കണ്ണടച്ചെടുക്കുക എൽസ, കണ്ണടച്ചിരിക്കി. ഓട് ഓട് ഓടിക്കോളാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അനിയനും അനിയത്തിയും വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി പോകുന്നത് ഡ്രീം വേൾഡിലേക്കാണ് കേട്ടോ. ഈ ഒരു യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒത്തിരി കൺഫ്യൂഷനിലായിരുന്നു. കാരണം വണ്ടർലയിൽ പോകണോ, ഡ്രീം വേൾഡിൽ പോകണോ, അതോ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ പോകണോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഫൈനലൈസ് ചെയ്തു ഡ്രീം വേൾഡിൽ തന്നെ പോവാന്ന്. കാരണം ഒത്തിരി റൈഡ്സ് വണ്ടർലയിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതെല്ലാം കയറത്തൊന്നുമില്ല. പിന്നെ നമ്മളന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അനിയനും അനിയത്തിയൊക്കെ UK നിന്ന് വന്നിരിക്കുന്നത് നല്ല ടൈമിലാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ചൂട് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയ്ക്ക് ചൂടുള്ള സമയത്താണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്നൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും വാട്ടർ തീം പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഡ്രീം വേൾഡിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചത് നല്ല തിരക്കുണ്ടാവുന്ന, പക്ഷെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വാട്ടർ തീം പാർക്കിൽ വരുന്നത്. ഇന്നിങ്ങോട്ട് വന്നിട്ടുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം കുറേ നേരം നമ്മൾ പൂളിൽ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് രസമാണല്ലോ വെള്ളത്തിൽ കിടക്കാന്നുള്ളത്. ഇപ്പോൾ ഇതാ ടിക്കറ്റ് റേറ്റ് ഒക്കെയാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അമ്മച്ചി ഇതാ ചുരിദാറൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യത്തിൽ കിഡ്സിൻ്റെയും സീനിയർ സിറ്റിസൻ്റെയും കാര്യത്തിൽ ചെറിയൊരു കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ ആ ടിക്കറ്റ് കൊടുത്തു. ആദ്യത്തെ 3 റൈഡുകളിൽ നനയാതെ തന്നെ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമുള്ള റൈഡുകളിലാണ് നനയേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബാഗ്സും കാര്യങ്ങളൊക്കെ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് വേണം നമുക്ക് റൈഡ്സിലൊക്കെ കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ചച്ചു മീനെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നേരെ ഡ്രസ് ചേഞ്ചിങ് റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഡ്രസ് ചേഞ്ചിങ് റൂമുണ്ട്. അപ്പോൾ അവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാൻ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അപ്പച്ചനും എഡുവും ഇച്ചാനും ചച്ചു എൽസയും എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നു. അമ്മച്ചി മാത്രം വെള്ളത്തിലിറങ്ങുന്നില്ല എന്ന് പറഞ്ഞാലും അമ്മച്ചി ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. അങ്ങനെ നമുക്കൊരു ലോക്കർ കിട്ടിയായിരുന്നു. അങ്ങനെ ലോക്കറിൽ നമ്മുടെ ബാഗ്സും കാര്യങ്ങളെല്ലാവരും വെച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മളപ്പോൾ ആദ്യം കയറുന്നത് സ്കൈ ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ സ്കൈ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് സ്കൈ ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഇവിടുത്തെ നോർമൽ ട്രെയിൻ പോലെ തന്നെ ഒരു ബോഗി പോലെ തന്നെ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ ട്രെയിനിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരുമിച്ചിരിക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അവർ ഡിവൈഡ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും, അതായത് ഞാനും ചച്ചുവും അപ്പച്ചനും ഇച്ചായനും കൂടി തക്കുടും കൂടി ഒരു ബോഗിയിലിരുന്നു. പിന്നെ അമ്മച്ചിയും എൽസയും എഡ്വിനും കൂടി അപ്പുറത്തെ ബോഗിയിലിരുന്നു. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇൻട്രിയ അഡ്വഞ്ചർ പാർക്ക്. അതിനകത്ത് ഞാൻ സ്കൈ വാക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറാൻ അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അത് പക്ഷേ ഞാൻ മാനസികമായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് പോയതായിരുന്നു. പിന്നെ ചില അമ്പലപ്പറമ്പുകളിൽ ഇങ്ങനെ തൊട്ടിയാട്ടം പോലെയുള്ള റൈഡ് അങ്ങനെയുള്ളതിലൊന്നും കയറാൻ ഇപ്പോഴും എൻ്റെ മനക്കെട്ടി എനിക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും എൽസയും വീട്ടിൽ നിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള റൈഡുകൾ മാത്രമേ ഞങ്ങൾ കയറുള്ളൂ, ഇങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡുകളിലൊന്നും കയറില്ല. കൂടുതൽ ടൈമും പൂളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ സ്കൈ ട്രെയിനിൽ കയറിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സ്കൈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് താഴേക്ക് നോക്കുമ്പോഴേ വെള്ളത്തിൻ്റെ ആ റൈഡുകളൊക്കെ കണ്ടിട്ട് എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. അടിക്കോ വെള്ളത്തിലോട്ട് അടിക്കോ പിടിച്ചിരുന്നോട്ടെ വെള്ളം ഇവിടുത്തെ മറച്ചിരുന്നു നമ്മളാ വെള്ളത്തിലോട്ട്. അതെ ആരെങ്കിലും അങ്ങനെ സ്കൈ ട്രെയിനിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി. അമ്മച്ചിക്ക് ചെറുതായിട്ട് പേടി ഉണ്ടായിരുന്നു കേട്ടോ.
അമ്മച്ചി പറയുന്നത് കയ്യിലെ കാശും കൊടുത്ത് വെറുതെ പേടിക്കാൻ പോയിന്ന്. ഇനി നമ്മളിതാ കുറച്ച് അഡ്വഞ്ചറായിട്ടൊരു ഡ്രൈവ് നടത്താൻ പോവാണ് കേട്ടോ. എല്ലാവരും കൂടി ഇതാ അകത്തോട്ടൊക്കെ കയറി സീറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാവരും ഇരുന്ന്. ഇനി ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാഞ്ഞത്. ഇതിൻ്റെ അകത്ത് 3Dയുടെ കണ്ണട വെച്ചിട്ട് വേണം കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പോൾ 3D എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഓരോ അപശബ്ദങ്ങൾ, അതായത് ഒച്ചപ്പാടുകൾ ഞാനും ചച്ചുവൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വീഡിയോഗ്രാഫി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത്. അതല്ല രസം. ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് പേടിയായോ? അമ്മച്ചി പറഞ്ഞു, എന്തിനു പേടിക്കണത്, ഇത് വെറുതെ ആണെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത, പിന്നെ എന്തിനാ പേടിക്കണേന്ന്. ഞാൻ ചമ്മിപ്പോയി ഗൈസ്. ഇനി പോകുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ, കാരണം ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് 4 വീലർ ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്ന്. പക്ഷേ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല ഗൈസ്. പക്ഷേ എനിക്ക് ഒത്തിരി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ കയറിയിരിക്കുന്നത്. ഇനി എന്താവും നമുക്ക് നോക്കാം കേട്ടോ. കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. വീട് 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 വീഡിയോ ഒന്നും അങ്ങാട് പോട്ടെ, അങ്ങാട് പോട്ടെ. ഇതിന്റെ വീട് എടുക്കുക, അങ്ങാട് പോട്ടെ. എനിക്ക് തോന്നുന്നു അമ്മച്ചി ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് കയറണേന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ അമ്മച്ചിയുടെ മുഖത്ത് കാണുന്നുണ്ട്. കേറണോ? എന്റെ മുന്നേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനകത്ത് കയറാൻ. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എവിടെ ഇരിക്കണ സേഫ്, അതായത് വീടില്ലാത്തല്ല, അപ്പുറത്തെ ഇപ്പുറത്തെ ഇരിക്കണം നല്ലത്. അത് പൊക്കി അപ്പുറത്തോട്ട് അയ്യോ തുടരണുള്ളൂ. ആദ്യം താരാട്ട് പാടും, പിന്നെ എന്തോരം എത്തുന്നതാവും, തെങ്ങിന്റെ പൊക്കത്തോ. ആണോ? നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിട്ടോ. അയ്യോ നോക്കാണ്. അയ്യോ അമ്മച്ചി അങ്ങനെ പൊക്കല്ലേ. പറഞ്ഞല്ലേട്ടാ ഇത്
ചിരിച്ചെടുക്ക എൽസ, കണ്ണടച്ചിരിക്കി. കണ്ണു തുറന്നാ പോയി. കഴിഞ്ഞ് നോക്ക്, ഇങ്ങനെ നോക്ക്. ദേ തുറക്കൂലട പട്ടി, നോക്ക്. എന്തോ പോലെ എവിടെ ഒന്നുമില്ല, കഴിഞ്ഞ്. അമ്മച്ചേക്ക് ഇച്ചാന്റെ എക്സ്പ്രഷൻ എടുക്ക്. അതെല്ലാം കഴിഞ്ഞപ്പോ ഇത്ര നേരം ഒച്ചെടുത്തോണ്ടിരിക്കായിരുന്നു. അയ്യോ കയ്യിലായി പോണു. ആ ബോട്ടി കയറിയപ്പോ ഉള്ള അവസ്ഥ നല്ല കാര്യമുണ്ടോ ഈ ചൈന എന്നെ പിടിച്ചിട്ട് എന്റത്. ആ ബോട്ടി പൂളിലൊക്കെ ഇറങ്ങണ്ടല്ലേ ചേഷ്. വയറൊക്കെ ഒരു മാതിരിയാണ് ചേട്ടാ. അത് ഒറ്റതിൽ നിർത്താൻ പറ്റുമോ? വെച്ചത് വാളാണോ? തൊപ്പിലോട്ടത് ഒറ്റതിൽ നിർത്താൻ പറ്റുമോ? വാള വെക്കുന്നു. ആ കുഴപ്പമില്ല. വെച്ചത് വാളാണോ? കഴിഞ്ഞു. പറഞ്ഞല്ലേ ഞങ്ങള് വന്നില്ലെന്ന്. വിളിച്ചോണ്ട് വന്നു ചെയ്ത്. അതിനെന്താണ്? എങ്ങനെയുണ്ടത്? ആയം തുടങ്ങി കണ്ണടച്ചിരുന്നോണ്ട് കുഴപ്പമില്ല. വീഡിയോ ഒന്ന് കാണിക്കുമോ? കുഴപ്പമില്ല. അത് നീ അനങ്ങല്ലേ സൂപ്പറാണ്. അത് കയറോ? അതങ്ങനെയല്ല. കയറണ്ട, നീ കയറണ്ട. ഇല്ല, ഞാൻ കയറുന്നില്ല. കയറണ്ട. ഓട്. ഓടിക്കോ, ഓടിയാ മതി. ഓടിക്കോ, ഓട്. ചോട്. ആ ഓട്. അത് കയറണ്ട. എടു പേടിയുണ്ടാ?
കണ്ണടച്ചിരിക്കാണ്. ഇറങ്ങല്ലേ? ഇറങ്ങല്ലേ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ, നിന്നിട്ട് ഇറങ്ങിയാ മതിന്ന്. ഇച്ചയാ എങ്ങനെയുണ്ടായി? ആണോ? ചെരുപ്പ് തുറന്നു പോയാ? അപ്പച്ചാ എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി? പിടിക്കണോ? പിടിക്കാം പിടിക്കാം പിടിക്കാം. ഇല്ല എങ്ങനെയുണ്ട്? എടു. സച്ചുര ചെരുപ്പ് കാണാമല്ല. എവിടെ പോയടാ? നോട്ടെ സച്ചുര ചെരുപ്പ് ഇവിടെ കിടക്കുന്നു. കൊച്ചു ചാടി കളയാൻ പോയാനത് പറയണ്ടായി. മതി 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 മതിന്ന്. തണുപ്പി പോവാ. എനിക്കത് ആചാര്യപ്പൂരോ ഏതൊക്കെ തണുപ്പ് വരാൻ പോയിട്ട് നടത്തട്ടെ പോയിട്ടൊക്കെ നടത്തട്ടെ ഇറങ്ങുന്നേ ഇറങ്ങിയില്ലേ വണ്ടി കയറിയല്ലോ കൊച്ചു നീ നിറത്തോട് ഇവിടെ നിറങ്ങുന്നു. ദേ ഇവിടെ ഇരിക്കാം. ദേ ഇവിടെ ഇരിക്കാം.
ആരോ മാറ് മാറ് എൽസോട്ട് എൽസേ ആ കുഴപ്പമില്ല മാറ് 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 ആ അതെ ബ്രൈറ്റ്നെസ് കൂട്ടണോ? അങ്ങനെ നട സംഭവം അവിടെ അല്ല അങ്ങോട്ടിറങ്ങി ഇരുന്നോ 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 അമ്മ ശരി ആ അടുത്ത ആവശ്യം ഇവിടെ ഒരാളെ തള്ളി വിടണം. ഞാനിങ്ങനെ പിടിച്ചോളാം കയ്യിൽ. ആ കുഴിയില വീണു അത് തരും കബഡി കളിക്കാൻ പോയി ശരിക്കും എട്ടാണെങ്കിൽ ഞാൻ തകർത്താല്. ആ പോട്ടെ പോട്ടെ ചാടിക്കറിയുന്നു. അത് പിടിച്ചോ പൊയ്ക്കോ തോട്ടി പൊയ്ക്കോ ചച്ചു തക്കടു വെള്ളം തെറിക്കും. അതെ നിൽജ അവിടെ നിൽക്കണം ഇറങ്ങാൻ പറ്റുമോ? എൽസേ പൊങ്ങിക്കൊടുക്ക് ആ
അങ്ങനെ ദാ ഞങ്ങളുടെ വെള്ളത്തിലുള്ള എല്ലാ ആർമാദങ്ങൾക്ക് ശേഷം ദാ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ഇടയിൽ ചേനനെ വെള്ളത്തിൽ മുക്കാനൊക്കെ പോയി, അതൊക്കെ അങ്ങനെ നടന്നു. എനിവേ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് എൽസയ്ക്കൊക്കെ പൂളിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒത്തിരി സമയം ഞങ്ങൾ പൂളിലൊക്കെ എൻജോയ് ചെയ്തു. അമ്മച്ചി മാത്രം നനഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഫാമിലിക്ക് എന്നെന്നും പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.